ആരാധിക്കുന്നേ, ഞങ്ങൾ ആരാധിക്കുന്നേ, ആത്മനാഥനേശുവിനെ ആരാധിക്കുന്നേ. ആരാധിക്കുന്നേ, ഞങ്ങൾ ആരാധിക്കുന്നേ, ആത്മനാഥനേശുവിനെ ആരാധിക്കുന്നേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പൂഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അനന്ത കൃപയുടെ നിറവായ കർത്താവെ, ഞാൻ അങ്ങയെ ആരാധിച്ച് സ്തുതിച്ച് മാത്രപ്പെടുത്തി അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ കാരുണ്യത്തെ പ്രതി ഞാൻ അങ്ങയെ ആരാധിച്ച് സ്തുതിച്ച് മാത്രപ്പെടുത്തി അങ്ങേക്ക് നന്ദി പറയുന്നു. കർത്താവെ, ഞങ്ങളെ തള്ളിക്കളയാതെ അങ്ങയുടെ സ്നേഹത്തിൽ ചേർത്ത് നിർത്തുന്നതിനെ ഓർത്ത് ഞാൻ അങ്ങയെ സ്തുതിക്കുന്നു. ഓരോ പ്രഭാതത്തിലും വിളിച്ചുണർത്തെഴുന്നേൽപ്പിച്ചുകൊണ്ട് അങ്ങയുടെ സ്വരം കേൾക്കുവാൻ തരുന്ന കൃപയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ അങ്ങയെ സ്തുതിച്ച് ആരാധിച്ച് മാത്രപ്പെടുത്തി അങ്ങേക്ക് നന്ദി പറഞ്ഞു. കാരുണ്യവാനായ കർത്താവേ, ഇന്നേ ദിനം ഞങ്ങളെ ഓർമ്മിപ്പിക്കുന്നത് ഒരു കുഷ്ഠരോഗിയുടെ യാചന. ആരാണ് കുഷ്ഠരോഗി? ലേവ്യരുടെ പുസ്തകത്തിലൊക്കെ പറയുന്നുണ്ട്, സമൂഹത്തിൽ നിന്ന് ഒറ്റപ്പെട്ടു പോയൻ, തൊലിയേക്ക് ചീന്തി അളിഞ്ഞു മാംസങ്ങളും വ്രണങ്ങളുമായിട്ടുള്ളവൻ, സമൂഹത്തിൻ്റെ മുഖ്യധാരയിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ടവൻ, കടന്നു വരുമ്പോൾ ആരെയും സ്പർശിക്കാതിരിക്കാൻ മണികളടിച്ച് കടന്നു വരേണ്ടവൻ. ജനങ്ങൾ കൂടുന്നിടത്തൊന്നും അവന് സ്ഥാനമില്ലായിരുന്നു. അവനാണ് കർത്താവിൻ്റെ പക്കലേക്ക് വന്നുകൊണ്ട് പറയുക, കർത്താവെ, മനസ്സുണ്ടെങ്കിൽ എന്നെ നിനക്ക് ശുദ്ധനാക്കാൻ കഴിയും. കർത്താവ് സ്പർശിച്ചുകൊണ്ട് പറഞ്ഞു, ഞാൻ മനസ്സാകുന്ന ഈ ശുദ്ധിയുള്ളവനായിരിക്കും. പെട്ടെന്ന് അവന് രോഗം സൗഖ്യപ്പെടുന്നതായി അവൻ അനുഭവം. അവനോട് പറഞ്ഞു, ഇതാരോടും നീ പറയരുത്, നിന്നെ തന്നെ ശുദ്ധീകരണ കാഴ്ചകൾ സമർപ്പിച്ചുകൊണ്ട് പുരോഹിതൻ്റെ പക്കലേക്ക് ചെല്ലുക. മോശയുടെ കൽപ്പനയനുസരിച്ചുള്ള ശുദ്ധീകരണ കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് അവനെ പറഞ്ഞയക്കും. എന്നാൽ അവന് സന്തോഷം സഹിക്കവയ്യായിരുന്നു. അവൻ സമൂഹത്തിൽ എണ്ണപ്പെടുവാൻ പോകുന്നു. അവന് യേശു സ്പർശിച്ചതിലുള്ള സൗഖ്യം, ആരും ഇന്ന് തൊടാത്തവൻ്റെ ശരീരത്തിൽ സ്പർശന സുഖം അനുഭവിച്ചതിൻ്റെ സന്തോഷം, അവനതെല്ലാം പാട്ടുപാടി ആഘോഷിച്ചു. എല്ലാവരോടും പറഞ്ഞു. അതുകൊണ്ടാണ് യേശുവിൻ്റെ പക്കലേക്ക് ധാരാളം പേര് ഓടിയത്. ഈശോയെ, ഈ പ്രഭാതത്തിൽ നീ എന്നെ ഒന്ന് തൊടണം. നീ തൊട്ടവരെല്ലാവരും സൗഖ്യത്തിലേക്ക് കടന്നു വന്നില്ല, അവരുടെ ഹൃദയകാഠിന്യം നിമിത്തം. എന്നാൽ നീ എന്നെ തൊടണമേ. എൻ്റെ രോഗങ്ങൾ, എൻ്റെ തിന്മയുടെ ആസക്തികൾ, ദൈവകൃപ നഷ്ടപ്പെടുത്തുന്ന സാഹചര്യങ്ങളെല്ലാം എൻ്റെ തിരുമുമ്പിൽ സമർപ്പിക്കണം. നീ ഞങ്ങളെ അനുഗ്രഹിക്കണമേ, വിശുദ്ധീകരിക്കണമേ, ശക്തിപ്പെടുത്തണമേ. ആത്മാവിനാൽ നിറച്ച ദൈവകൃപാവരത്തിൻ്റെ ചൈതന്യത്തിൽ ഞങ്ങളെ നയിക്കുവാൻ ഈ ദിവസത്തെ സമർപ്പിക്കണം. നിൻ്റെ കരുണയും സ്നേഹവും ഞങ്ങളുടെ മേൽ ചൊരിഞ്ഞ് ഞങ്ങളെ ഓരോരുത്തരെയും നിൻ്റേതായി വീണ്ടെടുത്ത നിൻ്റെ കൃപാവരത്തിൻ്റെ അഭിഷേകത്താൽ നിറയ്ക്കുവാൻ ഇതാ സമർപ്പിക്കും. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോയെ ആരാധന. എല്ലാ കുഷ്ഠരോഗികളെയും, തൊലിപ്പുറത്ത് രോഗങ്ങളാൽ കഴിയുന്നവരെയും, സോറിയാസിസ് ബാധിതരെയും, കർത്താവെ, ചീഞ്ഞഴിഞ്ഞ മാംസങ്ങളുമായി കഴിയുന്ന എല്ലാവരെയും, മുതുകുകൾ പൊട്ടിയൊലിച്ച വൃദ്ധരായിട്ടുള്ള മാതാപിതാക്കളെയും, അവരെ ശുശ്രൂഷിക്കുന്ന എല്ലാവരെയും സമർപ്പിക്കും. നിൻ്റെ കാരുണ്യവും നിൻ്റെ സ്നേഹവും അനുഭവിച്ചറിയുവാൻ നിൻ്റെ കാരുണ്യകരം നീട്ടി അവരെ സ്പർശിക്കണം. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോയെ ആരാധന.